ഹായ് ഹലോ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി കാണാം. ബീഫ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മന്തി തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ മല്ലി, പെരിഞ്ജീരകം എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ സവാള ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ 2 മാഗി ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് മന്തി മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നിറയെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ബീഫ് ഒരു 2 മിനിറ്റ് നേരം എന്തായാലും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം കുക്കർ അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരിയൊക്കെ നമുക്ക് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അങ്ങനെ ബീഫും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബീഫിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതും കൂടി വറ്റിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസിലേക്ക് നമ്മൾ വറ്റിച്ചെടുത്ത മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഭംഗിക്കായിട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നടുവിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്കതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഇനി ബീഫിൻ്റെ പീസ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം റൈസ് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ റൈസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മന്തിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.